നമസ്കാരം, കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. വിപ്ലവത്തിന് മാത്രമല്ല വിശ്വാസത്തിനും വളക്കൂറുള്ള കണ്ണൂർ ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നു പോകുന്നത്. വിശ്വാസവും വിശ്വാസ ചൂഷണവും ഒരു നാണയത്തിന് തന്നെ രണ്ട് വശങ്ങളാണ്. ഈ സാദൃശ്യം കൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നത് ദുഷ്കരമായിരിക്കും. അഴീക്കോട് ശാന്തിമഠത്തിലെ സ്വാമി ആത്മചൈതന്യ മന്ത്രവാദവും ചികിത്സയുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പാനൂരിലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുൻപ് സ്ത്രീപീഡനക്കേസിൽ പ്രതിയായിട്ടുള്ള ജ്യോത്സ്യൻ ചെറുകുന്നം ദാമോദരൻ എന്നിവരാണ് ഈ എപ്പിസോഡിൽ. അഴീക്കോട് ശാന്തിമഠത്തിലേക്കായിരുന്നു കാണാത്ത കേരളം ടീമിന്റെ ആദ്യത്തെ യാത്ര. ബ്രഹ്മശ്രീ ആത്മചൈതന്യയാണ് ശാന്തിമഠമെന്ന ആശ്രമത്തിന്റെ സ്ഥാപകൻ. ഇപ്പോൾ ശാന്തിമഠം പ്രവർത്തിക്കുന്നിടത്തു തന്നെയാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. 12-ാം വയസ്സിലാണ് ആത്മചൈതന്യ സന്യാസ ജീവിതത്തിലേക്ക് കടന്നത്രേ. 10-ാം വയസ്സിൽ ഇളനീർ വെള്ളത്തിൽ പ്രപഞ്ചം കണ്ടെന്നും 13-ാം വയസ്സിൽ ഹിമാലയത്തിൽ കൂടി വിശന്നു വലഞ്ഞലയവേ മഞ്ഞുപാളികൾക്കിടയിലൂടെ 2 കൈകൾ ആപ്പിൾ നൽകിയെന്നുമൊക്കെയുള്ള അതിശയോക്തിപരമായ കഥകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ കാണാം. ഞങ്ങൾ ശാന്തിമഠത്തിലെത്തിയപ്പോൾ ആത്മചൈതന്യസ്വാമി അവിടെയുണ്ടായിരുന്നു. അസ്വസ്ഥതകളും ഉറക്കക്കുറവുമൊക്കെയുള്ള അനിൽ എന്നയാളായി ക്യാമറാമാൻ ഷഹീറിനെ പരിചയപ്പെടുത്തി. ഉത്രാടം. ഇത് വയസ്സെപ്പോഴും 34. രാഹുദശ കഴിയാൻ പോവുകയാണ്. 38 വയസ്സ് മാസം ഒരു രാഹുദശ ശനി 5 വരുമ്പോൾ തറവാട് സംബന്ധമായിട്ട് നിങ്ങൾ ദേവി സംബന്ധമായ സ്ഥലം നിങ്ങളുടെ അറിയാം? അറിയില്ല. ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ നിന്ന ഭൂമിൻ്റെ വഴക്കായിട്ടോ അങ്ങനെയായിട്ട് എന്തെങ്കിലും ഭഗവതിയുടെ ക്ഷേത്രമായിട്ടോ നിങ്ങളുടെ അങ്ങനെ പറയാൻ പറ്റില്ല. അറിയില്ല. നിങ്ങൾ നിൽക്കുന്ന വീട്ടിൻ്റെ ഒരു ചെറിയ അമ്പലമുണ്ട്. അത് ദേവിയാണ്? ദേവിയല്ല. പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ശേഷമാണ് അസ്വസ്ഥതയെന്ന് ഞങ്ങൾ വീണ്ടും കളവ് പറഞ്ഞു. ആരും ദോഷമൊന്നും ചെയ്തതല്ലെന്നായിരുന്നു സ്വാമിയുടെ പ്രതികരണം. മാനസികമായുള്ള അസ്വസ്ഥതയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു അമ്മയുടെയോ അല്ലെങ്കിൽ അമ്മമ്മയുടെയോ അങ്ങനെ തറവാടുമായിട്ട് ബന്ധമുള്ള കാലകരണപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ഇതായതോ അമ്പലം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാം. കാരണം ഭഗവതിയുടെ പിന്നെ ഇത് മനസ്സുകൊണ്ടുള്ളതാണ് കൂടുതലായിട്ടുള്ള സ്വസ്ഥമാണ്. അത് രാഹുദശ കഴിയുന്നതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇതെന്തോ ഒരു മുസ്ലിം പള്ളിയുടെ കണ്ട് അല്ലേ, അങ്ങനെന്തോ പള്ളിയായിട്ട് ബന്ധപ്പെട്ട കുളം കണ്ടായിരുന്നു. അത് ആ കുളം തന്നെ. ഇയാൾ കുളിക്കാറിയാം. അപ്പം രാത്രി ഇന്നലെയൊക്കെ രാത്രിയിൽ അങ്ങ് ഞങ്ങളിവിടെ താമസിച്ച കണ്ണൂരാണ്. അപ്പം പുള്ളി കൊല്ലാൻ വരുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഉണന്ന് പുള്ളി വിളിച്ചുകൊണ്ട് ശ്രമിക്കായിരുന്നു. അപ്പം അന്നേരം കുറച്ച് നേരം ഉണന്നില്ല, പിന്നെ വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് ഉണന്നത്. അങ്ങനെ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, അവരെ ശരീരത്തിൻ്റെ അങ്ങനെ മറ്റുള്ളവരൊന്നും ചെയ്ത ദോഷമൊന്നുമല്ല. പ്രേതം കൂടിയെന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് ഈ സ്വാമി വിശ്വസിക്കുന്നില്ല. ഇതുപോലെ ഒരു അപകടം മരണമായിരുന്നു. ചിന്ത കൊണ്ടുണ്ടായതാണ് അസ്വസ്ഥതകളും മെന്റലിയുള്ള പ്രയാസങ്ങളാണ്. വേറെ മാറാത്ത രോഗങ്ങളോ കാര്യങ്ങളോ പറയുന്നത് ചെയ്തിട്ടോ അങ്ങനെയൊന്നും എനിക്ക് കാണുന്നില്ല. അതെ, മെന്റൽ സ്ട്രെസ്സാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങളൊരു മാനസിക രോഗത്തിനുള്ള മരുന്ന് ഇംഗ്ലീഷ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വളർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ ഒരു ഇതായിട്ട് കാണുന്നില്ല. പിന്നെ നല്ല ധൈര്യമാണ് വേണ്ടത്. ആദ്യം സ്വാമി ചരട് പൂജിച്ചു കെട്ടി. ഹ്രീം ഓം 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 ഹ്രീം ക്രോം ഏ പരമേശ്വരി സ്വഹ. ഓം ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃത. ഓം ഹ്രീം നമഃ ശിവായ. അമ്മയുടെ പേരുന്ന കാർത്തികൻ. സർട്ടിഫിക്കറ്റിൽ എങ്ങനെ നിങ്ങളുടെ പേര്? അനിൽ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അല്ലം റഹ്മാനിർറഹീം. യാ മുസ്ലിം സല്ലല്ലാഹു അല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് യാ മുഅ്മിനൂന മസ്റഫുൽ ആലമീൻ. ഒന്നും നശിക്കണ്ട കേട്ടോ, ഒന്നുമില്ല. ഒന്നും അസ്വസ്ഥകളൊന്നും ഉണ്ടാവില്ലേ കേട്ടോ. നല്ല ധൈര്യം ഉണ്ടാവും, നല്ല വിശ്വാസം ഉണ്ടാവും മനസ്സിൽ.
ഒന്നും ആരും ഒന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വാമിയുടെ കണ്ണിൽ നോക്കുമ്പോൾ ഭയങ്കര തലക്കൊരു മരവിപ്പൊക്കെ പോലെ. എന്താണ് സ്വാമിയുടെ കണ്ണിൽ ഇങ്ങനെ നോക്കിയപ്പോൾ മരവിപ്പുണ്ടോ? മരവിപ്പൊക്കെ മാറി കിട്ടും, നോക്കിക്കോ. എന്തോ സംഭവേ കണ്ണിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യില്ല. നമ്മൾ പോയി ഈ എന്താ പറയാ, നമ്മളെ രാമായണത്തിന്റെ സീരിയലൊക്കെ ഒരു സാധനം പോകണ്ടല്ലേ കണ്ണിൽ കൂടെ, അതുപോലെ സാധനം പറയാ. ഒന്നും വിഷമിക്കണ്ട, ഇന്നു മുതൽ ഒന്നും ഉണ്ടാവില്ല. പിന്നീട് അസ്വസ്ഥതകൾ മാറാനെന്ന് പറഞ്ഞ് ചെറിയ ചില പൊടിക്കൈകൾ மதுரை கண்ணு ரெண்டு கடன் கேக்குது. டியா டியா அரடண்டன காடியா கொய்ய கொய்ய கொய்யா நான் வெட்டி வச்ச கொய்யா. സന്തോഷ് മാധവൻ പ്രശ്നമുണ്ടായപ്പോൾ ഡിവൈഎഫ്ഐക്കാർ സ്വാമിയുടെ ആശ്രമത്തിനു നേരെ ആക്രമണം നടത്തിയിരുന്നു. അതൊന്നും തുറന്നു പറയാൻ സ്വാമിക്ക് മടിയേതുമില്ല. ഇങ്ങനെ ആയതിന്റെ ഒരു 10ാമത്തെ വയസ്സാണ്. 10ാം ദിവസം മുതൽ ഇങ്ങനെ വെളിപാടുണ്ടായിട്ട് അമ്മ പറയുന്നിട്ട് 3 വയസ്സ് മുതലാണെന്ന് എനിക്ക് ഓർമ്മ. അമ്മ പറയുന്നുണ്ട് 5ാം വയസ്സായപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള ചിന്തകളാണ് എനിക്ക്. 10 വയസ്സിൽ ഒരു ആള് വരാൻ തുടങ്ങി. അതെയാ, അന്ന് പോലെ ഉണ്ടല്ലേ? ഞാൻ പിന്നെ സന്യാസം 12ാമത്തെ വയസ്സിൽ സരസ്വതി പരമ്പര സന്യാസം സ്വീകരിച്ചു. ആദിശങ്കര പരമ്പര തപസ്സൊക്കെ ചെയ്ത് അങ്ങനെ. അതായത് ഇവിടെ ഒരു 10-18 വർഷത്തോളം ഇപ്പോഴും ഇരുന്ന് ജപവും കാര്യങ്ങളും ബ്രഹ്മചാരിയായിട്ട് അങ്ങനെ. ഇപ്പോഴും ബ്രഹ്മചാരി തന്നെയാണ്. കല്യാണം കഴിച്ചിട്ടില്ല. ആ ചിന്തകൾ പിന്നെ രോഗം പലതരത്തിലുണ്ടാവില്ല. അപ്പോൾ അന്നേരം സന്തോഷം അതിൻ്റെ പ്രശ്നത്തിൽ ഇതൊക്കെ ഭയങ്കര അടിച്ചു പൊളിച്ച് അതൊന്നും പ്രശ്നമില്ല. അത് എൻ്റെ വിശ്വാസം ഞാനിത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പണിതതാണ്. ഏതൊരു വ്യക്തി എൻ്റെ മുന്നിൽ വന്നിട്ട് എന്നോട് നല്ലത് പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. കാരണം ഞാനൊരു കണ്ണാടിയെ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ അടുക്ക് വന്നിട്ട് നിങ്ങളെ തന്നെയാണ് കാണുന്നത്, എന്നെ കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എന്നെ അടിച്ചിട്ടാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ അതായിക്കോട്ടെ. എന്തായാലും തികഞ്ഞ മതേതരവാദിയാണ് ഈ സ്വാമി. ഞാൻ ആരെയും ഉപദ്രവിക്കാനോ അല്ല ആരുടെയും അങ്ങോട്ട് വന്നിട്ട് ആ നിങ്ങളെ പ്രശ്നം ഞാൻ തീർത്തരാന്ന് പറയാനോ ഒന്നിനും ഞാൻ അതെ. അപ്പൊ അങ്ങനെ എനിക്കൊരു ജാതിമത ഭേദമൊന്നുമില്ല. എല്ലാ മതത്തെയും ഒരേപോലെ സ്നേഹിക്കുകയും ഒരേപോലെ കാണുകയും ഒരേപോലെ ബഹുമാനിക്കുകയും രാജ്യമോ രാഷ്ട്രമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പുറത്തു ചില ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ സന്ദർശിക്കുന്നവരിൽ അനാവശ്യമായ ആകുലതകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാതെ ആശ്വാസം പകരാൻ മാത്രമാണ് ആത്മചൈതന്യ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ല. മദ്രസയിലെ ഉസ്താദ് പണിക്കൊപ്പം ചികിത്സയും മന്ത്രവാദവും ഒക്കെ കൊണ്ടു നടക്കുന്നയാളാണ് പാനൂരിലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഒരു ചെറിയ ആശുപത്രിയിൽ കാണുന്നത്രയും ആളുകൾ മുസലിയാരുടെ ചികിത്സാ കേന്ദ്രത്തിലുണ്ടായിരുന്നു. സഹായിയും കെട്ടുകണക്കിന് മരുന്നുകളുമൊക്കെ ഈ സമാന്തര ചികിത്സാ കേന്ദ്രത്തിലുണ്ട്. ദുബായിലായിരുന്നെന്നും 3 മാസമായി ഉറക്കത്തിനിടയിൽ പ്രശ്നമാണെന്നും ഞങ്ങൾ കളവ് പറഞ്ഞു.
എല്ലാം മുസലിയാർ ഇങ്ങോട്ട് പറഞ്ഞുകൊള്ളും. പറയട്ടെ, കൂടെ കൂടെ തളർത്തിയ ക്ഷീണം ഉണ്ടാവില്ലേ, പിന്നെ മനസ്സിനൊരു ബേജാറുണ്ടാവില്ലേ, നെഞ്ഞത്തിനൊരു ഇടിപ്പുണ്ടാവില്ലേ, ഒന്നിനും കഴിയാത്ത പോലെ ഉണ്ടാവില്ലേ, പിന്നെ ഒരു പ്രേതത്തിന്റെ ശല്യമുണ്ട് എന്ന് പറഞ്ഞാൽ റൂഹാനി എന്ന് പറയും. ഒരു നിങ്ങളെ മന്ത്രിക്കും കഴിയോ? തൃശ്ശൂർ മന്ത്രിച്ചോളും. പിന്നെ ഉമ്മാക്കറിയോ? അതാണ് മോദി മതി കേട്ടാ. പിന്നെ ഉള്ളിലേക്ക് മരുന്നും കുടിക്കണം, എന്നാലേ പുറത്ത് പോവുള്ളൂ കേട്ടോ. മരുന്ന് ഉള്ളിൽ കഴിച്ചാൽ മതിയോ? മരുന്നും കഴിക്കുക, പിന്നെ പുറത്ത് മന്ത്രിക്കും ചെയ്യാം കേട്ടോ. ശരിയാവും ഇൻഷാല്ലാ. മുൻപ് ഒപ്പം സ്റ്റുഡിയോ നടത്തിയിരുന്നയാൾ ദോഷം ചെയ്യുന്നതായി സംശയമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതോടെ അതും മുസലിയാർ കണ്ടെത്തി. ചെറിയ വിഷമങ്ങളുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്രല്ല ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാം റോട്ട് തെറ്റിപ്പോവുകയാണ്. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ചെന്നാൽ ഇന്ന ഭാഗത്ത് ചെന്ന് കയറാം. പിന്നെ അതേപോലെ തന്നെ നമ്മള് പിന്നെ ജോലി കാര്യം മറ്റുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ തടസ്സം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ 3 മാസത്തേക്ക് മരുന്ന് കഴിക്കുകയും അതിനൊപ്പം ഓതുകയും ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം തീരും. ഇത് കഴിക്കേണ്ടത് 3 മാസം, ഇപ്പൊ തരുന്ന 1 മാസത്തേക്ക്. തുടർന്ന് മുസലിയാർ ഉറുക്കും തകിടുമൊക്കെ തയ്യാറാക്കി തന്നു. എല്ലാ രോഗങ്ങളും പൂർണ്ണമായി സുഖമായി കിട്ടാനും ഇനി സൂക്കട് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് പ്രത്യേകം 101 ഉറുപ്പിക നേർച്ചയൊക്കെ വടയാരത്തങ്ങൾ മക്കാല പഞ്ചായത്തിലേക്ക് കംപ്ലീറ്റ് സുഖമായിട്ട് ഇവിടെ കൊടുക്കുന്നതായിട്ടാ. ചീട്ടയിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വേഗം ഒരു ദിവസം ചെയ്തിട്ട് ഉറക്കാരെ കേട്ടോ. ചെമ്പിന്റെ അകത്താക്കണം കേട്ടോ. എല്ലാത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പോകും. മരുന്ന് വാങ്ങാൻ സഹായിയുടെ അടുത്തെത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം. ഞങ്ങൾ പറഞ്ഞ കളവിന് യാതൊരു പരിശോധനയും നടത്തി ബോധ്യപ്പെടാതെ മാസം 1200 രൂപയുടെ വീതം മരുന്നുകളാണ് മുസലിയാർ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ മരുന്നാണോ എന്തോ. ദൈവിക ജ്യോതിഷക്കാരനായ ചെറുകുന്ന് കീഴാറയിലെ പൂജാരി ദാമോദരന്റെ അടുത്തേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. മൂകാംബികാദേവിയുടെ അനുഗ്രഹത്താൽ പെട്ടെന്നൊരു ദിവസം പ്രവചനസിദ്ധി കൈവന്നയാളാണത്രേ ദാമോദരൻ. ഒന്നുകിൽ 12 വെറ്റില, അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ ഏതെങ്കിലും ചെടിയുടെയോ മരത്തിന്റെയോ 12 ഇലകളുള്ള കൊമ്പ് കൊണ്ടുവന്നാൽ ദാമോദരൻ ഭൂതവും ഭാവിയുമൊക്കെ കണ്ടെത്തിക്കളയും. ഇതൊന്നുമില്ലെങ്കിൽ കവിടി നിർത്തിയും അദ്ദേഹം പ്രവചനം നടത്തും. ദീർഘവർഷങ്ങൾ പശ്ചിമബംഗാളിലായിരുന്ന ദാമോദരൻ നാട്ടിൽ തിരിച്ചു വന്ന സമയം നോക്കിയാണ് ദേവി അനുഗ്രഹം നൽകിയത്. പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ വിൽക്കുന്ന ചെറിയ കടയുടെ പിന്നിലെ മുറിയിൽ വെച്ചാണ് ദാമോദരന്റെ പ്രശ്നം നോക്കൽ. ഞങ്ങൾ ചെന്നയുടൻ അദ്ദേഹം പ്രശ്നം പറയാൻ തയ്യാറായി വന്നു. പിന്നീട് ചെറിയ പൂജയാണ്. ഇതിനിടെ സാളഗ്രാമമൊക്കെ കാണിച്ച് സന്ദർശകരുടെ വിശ്വാസം പിടിച്ചുപറ്റാനുള്ള ശ്രമവുമുണ്ട്. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയെ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ബൈക്ക് മോഷണം പോയെന്നും അതാരാണെന്ന് അറിയണമെന്നും ഞങ്ങൾ കളവ് പറഞ്ഞു. മോഷ്ടാവ് ആരാണെന്ന് അദ്ദേഹം പറയില്ല.
അങ്ങനെ തീർത്തു പറയരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടത്രേ. പോലെ കിട്ടേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. ഇന്നാളെ എത്തുന്നതും പറയണ്ട, അതേ രൂപം മനസ്സിലാക്കും. അല്ലെങ്കിൽ എന്നിട്ട് വിറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും. കളവേസ് കൊലക്കേസ് ഇങ്ങനെ തീർത്ത് പറയാൻ പറ്റുന്ന ഗുരുവിന്റെ സാക്ഷ്യത്തുണ്ട്. നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയാൽ പോലെ, അല്ലെ പിന്നെ സാധനം നിങ്ങൾക്ക് കിട്ടിയാൽ പോലെ. ഇല്ലാത്ത ബൈക്കിനെ കുറിച്ച് പ്രശ്നം തുടങ്ങി. ഇത് കള്ളം കൊണ്ട് പോയി എന്ന് പറഞ്ഞുകൂടാ. പഠിച്ച കള്ള എന്നുവെച്ചാൽ ഒന്നിച്ച് നിങ്ങളായിട്ട് വാക്കുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിശ്വ സംബന്ധമായിട്ടോ അല്ല വേറെ വല്ല സംബന്ധമായിട്ടോ, അല്ല നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ വ്യക്തി പ്രശംസ. 3 ആളുണ്ട്, ഒരാൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 3 പേരുണ്ടോ? ആ, എൻ്റെ ബാക്കിൽ 4-ാമത്തെ ആൾ നോക്കുന്നത്. പക്ഷെ അയാൾ ചേർന്നിട്ടില്ല. ഇവിടെ 6 മാസമായിട്ട് നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നു പറഞ്ഞ മുഴുവൻ മനസ്സിലാക്കി. 3 മാസത്തിന് ഇപ്പറ നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നത്. അത് സത്യമല്ല. 6 മാസമായിട്ട് നിങ്ങൾ ചതിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ സന്തോഷം കഴിയുന്നത് ബൈക്ക് എടുത്തോണ്ടായിട്ട് എന്താ കാര്യം സമയത്ത് വണ്ടി അവരെ തടസ്സം ചെയ്തിട്ടുള്ളൂ. മറവ് രാശിയിലുള്ള ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൂ. വിറ്റിട്ടോ കൈകാര്യം ചെയ്തിട്ടൊന്നുമില്ല. ആ അണ്ടർക്കൗണ്ട് കേട്ടോ, മൂടി വെച്ചിരിക്കും. ബൈക്ക് മംഗലാപുരത്തെ വർക്ക്ഷോപ്പിൽ പൊളിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വീണ്ടും കളവ് പറഞ്ഞു. നോക്കട്ടെ, വണ്ടി പണ്ട് എടുത്ത കൂട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പൊടിച്ചൊന്ന് വെച്ചോ, അവർ നോക്കാം. വർക്ക്ഷോപ്പിൽ പറഞ്ഞ ചെറിയ വെച്ചോ. അല്ല നിങ്ങൾക്ക് ഇതുപോലെ ഭീഷണി കോളം വന്നാൽ പോലെ അഞ്ച് വന്ന ശത്രുസ്ഥാനത്ത് ഇതാന്ന് പറഞ്ഞുകൂടാ. ഭദ്രമായിട്ടുണ്ട്. അതേ പറഞ്ഞേക്ക്. ഇതിപ്പം എന്റെ പ്രകാരം വണ്ടി അവിടെ തന്നെയുണ്ട്. ഏറെ കൊണ്ടുപോയാലും ബന്ധുരീയിലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വേറെ ആൾക്ക് വിറ്റിട്ടില്ല. അത് ഞാൻ നോക്കട്ടെ. അതേപോലത്തെ വണ്ടി വേറെ ഇല്ലാതല്ലോ. ഓടിച്ചെന്ന് മനസ്സിലാക്കി ഉണ്ടാ. ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയെന്ന് വെറുതെ പറഞ്ഞപ്പോഴും ദാമോദരൻ മോഷ്ടാവിനെ കണ്ടെത്തി. പണ്ടം വീട്ടിൽ തന്നെ പോയതാ. അതെ അത് നോക്കാം. ഭാര്യന്റെ അവരുടെ പേരെന്താ? സഫിയ. പത്ത് പതിനെ മേലില്ല പോയിട്ട് 6.5 മാസം. നിങ്ങളുടെ വീട്ടില് സാധാരണ വരുന്ന ആളില്ലേ? സാധാരണ വീട്ടിലാരും വരുന്നില്ലേ? സാധാരണ വീട്ടിൽ കുറെ ആൾ വരും. അതിലാരാ? അതിപ്പോ നിങ്ങൾ അറിയുന്ന ആളെ ബന്ധപ്പെട്ട ആള്. പുറമില്ല കള്ളന്മാർ കൊണ്ടും അതാണ് നോക്കി കാണാ പെണ്ണോ നോക്കിയൊക്കെ അത് നോക്കണം. ഇത് പെണ്ണുങ്ങൾ തന്നെയാണോ പറ്റിച്ചിട്ടുള്ളത്? എന്തു കള്ളം പറഞ്ഞാലും അതിനനുസരിച്ച് പ്രവചിക്കുന്ന തട്ടിപ്പ് ജ്യോത്സ്യനാണ് ദാമോദരൻ. ഒരു കാര്യം നോക്കണം സ്വാമി. നോക്കാം. എന്റെ മേലെ എന്തൊക്കെ നിങ്ങൾ ഇയാളെ ഉറക്കില്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ടില്ലേ? ഇയാൾ ഇരിഞ്ഞു കയറും പോലെ, തൊണ്ട പിടിക്കും പോലെ രാത്രി ദുർസ്വപ്നങ്ങൾ കാണിക്കുക. അപ്പൊ എന്തോ ജനിച്ചയച്ച ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് പ്രേമങ്ങൾ. നമ്മൾ ഹിന്ദുക്കളെ പറയാം പ്രേമങ്ങളുണ്ടോ? ജനിച്ചയച്ചിട്ടുണ്ട് ഇയാളെ ദേഹത്ത്. പിന്നെ വേറൊന്നും പറഞ്ഞേക്കാം. പ്രശ്നം കേട്ട് ഭാര്യ ബന്ധത്തിന് വരെ ഇവിടെ തടസ്സം നിൽക്കും. അയച്ചുള്ള ആരാന്ന് പറയാൻ പറ്റുമോ? മാറ്റിത്തരാം. ഞാൻ മാറ്റിത്തരാം. നിങ്ങൾക്ക് വിശ്വാസങ്ങളെ മാറ്റിത്തരാം. വന്നത് ഞാൻ മാറ്റേണ്ട. ഇവിടെ ജാതി മതമൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാക്കാനാകും. അതിനെല്ലാം പരിഹാരവുമുണ്ട്. അവർക്ക് ശക്തി കൂടുതൽ. അവർക്ക് അത് പറഞ്ഞ കേസ് വന്നിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. വന്നതൊക്കെ ഞാൻ മാറ്റും. എന്നെ കൊണ്ട് കഴിഞ്ഞാൽ 2 നമ്പർ പണി ഞാൻ എടുക്കില്ല. മുൻപ് ഒരു സ്ത്രീപീഡന കേസിൽ പ്രതിയായിരുന്നു ദാമോദരൻ. പാർട്ടിക്കാർ ശത്രുത മൂലം കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ഇതേക്കുറിച്ച് അയാളുടെ ഭാഷ്യം. കരുതി പിടിച്ച ഭാര്യയും ഭർത്താൻ വന്നിട്ടാണ് ഇതാക്കിയെന്നും പറഞ്ഞു. ഭാര്യയും ഭർത്താൻ വന്നിട്ട് അവിടെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് 3 കേസ് കൊണ്ട് നടക്കും. കേസിൽ അവരെ ഹാജരായിട്ട് വരില്ല.
പാർട്ടിക്കാണ്. ഞാൻ BJP വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കെട്ടാൻ ചെയ്ത് കള്ളക്കേസാക്കി. അത് ജഡ്ജിയാണ് പറഞ്ഞു നിങ്ങൾ തെറ്റുകാരനെ നമ്മൾ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ സമയം മോശമാണ്. ജിന്നിനെ ഒഴിപ്പിക്കാൻ ചൊവ്വാഴ്ച ചെല്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞു. താൽക്കാലിക ആശ്വാസത്തിന് ദാമോദരൻ ഭസ്മം പൂജിച്ചു തന്നു. നമ്മുടെ നാട്ടിൽ ആർക്കും എപ്പോഴും കെട്ടിയാടാവുന്ന വേഷമാണ് ദിവ്യന്മാരുടേത്. ബോധപൂർവം തന്നെ ആളുകളെ പറ്റിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ് ഇവരിൽ മിക്കവരും. എന്നാൽ പണത്തിനൊപ്പം സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും ഇവർക്ക് ലഭിക്കുന്നു. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ നിയമ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാത്തിടത്തോളം ഇല്ലാത്ത ബാധയും ദോഷവുമൊക്കെ പലരെയും വേട്ടയാടും. കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച. വീരൻ